അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 257 മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് ത്വാഗൂതു യുഖ്രിജൂനഹും മിനന്നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷിതാവാണ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, അവനവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത്, വല്ലദീന കഫറു കാഫിരീങ്ങളായ ആളുകൾ, ഔലിയാഉഹുമുത് താഗൂത്ത് അവരുടെ രക്ഷിതാവ് ചെകുത്താനാകുന്നു. യുഖ്രിജൂനഹും മിനന്നൂരി ഇലൽ ളുലുമാത്, അവൻ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കുന്നു. ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതമായി വസിക്കുന്നവരുമാകുന്നു. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷകനാകുന്നു. അവനവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. സത്യനിഷേധികളാകട്ടെ അവരുടെ രക്ഷകർ പിശാചുക്കളാണ്. അവരെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവർ നരകക്കാരാകുന്നു. അവരതിൽ എന്നെന്നും താമസിക്കുന്നവരാണ്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത് ഖാല ഇബ്രാഹീമു ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ, ഇബ്രാഹീമിനോട് തർക്കിച്ച ഒരാളിലേക്ക് താങ്കൾ കണ്ടില്ലേ? ഫീ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ. അന്നാതാഹുല്ലാഹുൽ മുൽക്ക, അവന് അധികാരം നൽകിയത്, അള്ളാഹു അധികാരം നൽകിയത് കൊണ്ട്. ഇത് കാല ഇബ്രാഹീം, ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം. റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്, എൻ്റെ രക്ഷിതാവായ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. കാല, അവൻ പറഞ്ഞു, അന ഉഹ്യീ വഉമീത്, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. കാല ഇബ്രാഹിം, ഇബ്രാഹിം പറഞ്ഞു, ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി, നിശ്ചയം അല്ലാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു. ഫഅതി ബിഹാ മിനൽ മഗ്രിബി, എന്നാൽ നീ പടിഞ്ഞാറിൽ നിന്ന് കൊണ്ടുവരൂ. ഫബുഹിതല്ലദീ കഫറ, അങ്ങനെ ആ നിഷേധി കീഴ്പ്പെട്ടു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു അക്രമികളായ ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തൻ്റെ നാഥൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെ താങ്കൾ കണ്ടില്ലേ? അള്ളാഹു അവന് അധികാരം നൽകിയത് കൊണ്ടാണ് അവൻ ആ തർക്കത്തിന് തുനിഞ്ഞത്. എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്നവൻ പറഞ്ഞു. എന്നാൽ തീർച്ചയായും അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കൂ എന്ന് ഇബ്രാഹിം പറഞ്ഞു. അപ്പോൾ ആ സത്യനിഷേധി ഉത്തരം മുട്ടി നിശബ്ദനായിപ്പോയി. അക്രമികളായ ജനതയ്ക്ക് അല്ലാഹു വിജയമാർഗം കാണിച്ചു കൊടുക്കുകയില്ല. ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ ഫഅമാതഹുല്ലാഹു മിയത ആം സുമ്മ ബഅസ ഖാല കം ലബിസ്ത ഖാല ലബിസ്തു യൗമൻ ഔ ബഅദ യൗം قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه
വൻളുർ ഇലാഹി മാലിക വലിനജിയലക ആയത്തൽ ലിന്നാസ് വൻളുർ ഇലൽ ഇദാമി കൈഫ നുൻശിസുഹാ സുമ്മ നക്സുഹാ ലഹ്മാ ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഔ കല്ലദീ മർറ അലാ ഖറിയ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ കൂടി നടന്നുപോയ ഒരാളെ പോലുള്ളവരിലേക്ക് വഹിയ ഖാമിയത്തുൻ അലാ ഉറൂശിഹ ആ ഗ്രാമം അതിൻ്റെ മേൽക്കൂരയോടുകൂടി തകർന്നു വീണ് കിടക്കുകയായിരുന്നു. കാല അദ്ദേഹം ചോദിച്ചു, അന്നാ യുഹീ ഹാദിഹില്ലാഹു ബഅദ മൗതിഹ ഇതിനെ ഇത്തരത്തിൽ മരിച്ച ശേഷം എങ്ങനെയാണ് അള്ളാഹു ജീവിപ്പിക്കുക? ഫഅമാതഹു അല്ലാഹു മിയത ആം അയാളെ അള്ളാഹു 100 വർഷം മരിപ്പിച്ചു. സുമ്മ ബഅസ പിന്നെ പുനർജനിപ്പിച്ചു. കാല അള്ളാഹു അയാളോട് ചോദിച്ചു, കം ലബിസ്ത നീ എത്ര കാലം മരിച്ചു കിടന്നു? കാല അയാൾ പറഞ്ഞു, ലബിസ്ത യൗമനോ ബഅദ യൗം ഞാൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഭാഗമോ മരിച്ചു കിടന്നു. കാല അള്ളാഹു പറഞ്ഞു, ബൽ ലബിസ്ത മിയത ആം നീ മരിച്ചു കിടന്നത് 100 വർഷമാണ്. ഫൻദുർ ഇലാ തുആമിക വശറാബിക നിന്റെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും നീ നോക്കുക. ലം യതസന്ന പകർച്ചയായിട്ടില്ല. വൻദുർ ഇലാ ഹിമാരിക നിന്റെ കഴുതയിലേക്ക് നീ നോക്കൂ. വലി നജിയലക ആയത്തൽ ലിന്നാസ് നിന്നെ വരും ജനതയ്ക്ക് ഒരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടിയാണ്. വൻദുർ ഇലൽ ഇദാമി നീ എല്ലുകളിലേക്ക് നോക്കൂ. കൈഫ നുൻജിസുഹ അതിനെ എങ്ങനെയാണ് നാം ഒന്നിനു മീതെ ഒന്നാക്കി മാറ്റുന്നതെന്ന്. സുമ്മ നക്സുഹ ലഹ്മ പിന്നെ അതിൽ മാംസം പൊതിയുന്നത് എങ്ങനെയെന്നും. ഫലമ്മ തബയ്യന ലഹു അത് അയാൾക്ക് വിശദമായപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു, അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അറിയുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ കൂടി നടന്നുപോയ ഒരാളെ താങ്കൾ കണ്ടില്ലേ? അത് മേൽത്തട്ടോടു കൂടി വീണ് കിടക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഗ്രാമത്തെ ഇതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അള്ളാഹു എങ്ങനെയാണ് ജീവിപ്പിക്കുക? അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ 100 വർഷക്കാലം നിർജീവാവസ്ഥയിലിട്ടു. അനന്തരം അവൻ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എത്ര കൊല്ലം മരിച്ചു കിടന്നു? അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ഞാൻ മരിച്ചു കിടന്നിരുന്നു. അള്ളാഹു പറഞ്ഞു, അല്ല, 100 കൊല്ലം നീ മരിച്ചു കിടന്നു. നിന്റെ ഭക്ഷണവും പാനീയവും നോക്കൂ, അവയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നിന്റെ കഴുതയെ നോക്കൂ, ഇതെല്ലാം നാം ചെയ്തത് നിനക്കൊരു പാഠമായിരിക്കാനും മനുഷ്യർക്ക് നിന്നെ ഒരു ദൃഷ്ടാന്തമാക്കി വെക്കാനും വേണ്ടിയാണ്. എല്ലുകളെ നീ നോക്കുക, അവയെ നാം ഒന്നിനു മീതെ മറ്റൊന്നായി ഉയർത്തുന്നതും പിന്നീട് അതിന്മേൽ മാംസം പൊതിയുന്നതും എങ്ങനെയാണെന്ന്. ഇങ്ങനെ തനിക്ക് കാര്യം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.